അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വെറുതെ മരിച്ചാ പോരാ. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരുമ്പോ കൂടെ എങ്ങ് പോയാ പോരാ. എങ്ങനെ പോകണമെന്നറിയുവോ? വെറുതെ പോകല്ലേ. ഈ പറയുന്ന 6 കാര്യങ്ങൾ ചെയ്യാതെ ഒരാളും മരിക്കരുത്. ഈ പറയുന്ന 6 കാര്യങ്ങൾ ചെയ്യാതെ ഒരു പെണ്ണും മരിക്കരുത്. ഇത് ചെയ്യാതെ മരിച്ചാ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടമാ, കാലാകാലം നരകത്തിലാ. അതുകൊണ്ട് പടച്ചവനെ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? വെറുതെ മരിച്ചാ പോരാ. വെറുതെ മരിച്ചാ പോരാ. മുസ്ലിമായിട്ട് മരിക്കണേ, ഈമാനോടുകൂടി മരിക്കണേ, ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണേ. അതാ മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം റൂഹ് പിടിച്ചു നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് മലക്കുകൾ റൂഹ് കൊണ്ടുവച്ചു. അവസാനം ആ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയത്ത് അല്ലാഹു തന്ന നാവ് കൊണ്ട് നീ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുക, വെറുതെ മരിച്ചാ പോരാ, മുസ്ലിമായിട്ട് മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയാത്ത ആരുമില്ല. എല്ലാവർക്കും അറിയുന്ന ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും വിളിച്ചു പറയും. നിസ്കരിക്കാൻ അറിയാത്തവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയാം. അപ്പൊ എല്ലാവർക്കും അത്രയും പരിചയമുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊരു വട്ടം പറയണം. ഇതിൻ്റെ മഹത്വം എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, ഖുർആൻ ഓതുന്നവന് സ്വർഗമുണ്ട്, സദഖ കൊടുക്കുന്നവന് സ്വർഗമുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ സ്വർഗമുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടാണോ അവൻ മരിക്കുന്നത്, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നു, മരിക്കുന്ന സമയം നീ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവൂ, അല്ലാതെ നീ മരിക്കരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുക, എൻ്റെ പൊന്നാര സിറാജ് ഇത്രയേ ഉള്ളോ? ഇതിനാണോ നീ ഇത്രയും നേരം വളഞ്ഞു കുത്തിയത്? ഈ ഒരു കാര്യം പറയാനാണോ ഇത്രയും നേരം ഇങ്ങനെ വളഞ്ഞു പിടിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ പറയും ഉസ്താദ്, അല്ലേ? ഏത് ഉറക്കത്തിൽ വിളിച്ചിട്ട് ലാ ഇലാഹ ഇല്ല ഷഹാദത്ത് കലിമ പറയാൻ പറഞ്ഞ് നമുക്ക് പറയാറിയാം. നമ്മൾ വിചാരിച്ചിരിക്കണത് ഇത് നമ്മളെ കൊണ്ട് എളുപ്പത്തിലങ്ങ് പറയാൻ പറ്റുമെന്നാണ്. നമ്മൾ വിചാരിക്കണേ നമുക്കിത് എളുപ്പത്തിലങ്ങ് പറയാൻ പറ്റുമെന്നൊരു ധാരണ എനിക്ക് നിങ്ങൾക്കുണ്ട്. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ്റെ അടുക്ക പോയി നിന്നിട്ട് ഈ ദിക്ർ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ എന്തിനാ? ഓനറിയാമെങ്കിൽ എന്തിനാ ഓർമ്മപ്പെടുത്താൻ പറഞ്ഞത്? നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എന്താ എടുത്തു നോക്കാത്ത? നമ്മളിങ്ങനെ ഉറപ്പിച്ചിരിക്കുക ഈ താടിയും ഈ തഴമ്പും ഉള്ളത് കൊണ്ട് അങ്ങ് രക്ഷപ്പെടുമെന്ന്. ഇങ്ങനെ അടക്കണണ്ട, ഇതൊക്കെ ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ കൊല ഇട്ടുകൊണ്ട് നടക്കണവന്മാരുണ്ട്. നമ്മുടെ താടിക്ക് ഇത്രേ നീളമുള്ളൂ, ചിലരുടെ താടി ഇത്രയുണ്ട്. ഓ കള്ളു പഠിച്ചിട്ട് നടക്കുന്നവനാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിക്കൂ, നമ്മളെക്കാളും വലിയ ജുബ്ബ ഇടുന്ന ആൾക്കാരില്ലേ? താടിയുടെ നീളമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. എൻ്റെ പൊന്നാര സഹോദരങ്ങൾ, ഇത്രയും വലിയ താടി വളർത്തിയിട്ട് പലിശ കച്ചവടം നടത്തുന്ന ഹാജിയാക്കമ്മ ഹജ്ജിന് പോയിട്ട് വന്ന് പലിശ കച്ചവടം നടത്തുന്നവരില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഖുർആൻ എന്തേ നോക്കാത്തത്? നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മളെ കൊണ്ട് അങ്ങ് ഉറപ്പിച്ചങ്ങിരിക്കുക, നമ്മളിങ്ങനെ മരിക്കൂന്ന്.
നിങ്ങൾ ഖുർആൻ എടുത്തു നോക്ക്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, കൊച്ചാപ്പാടെ പേരല്ല പറഞ്ഞത്, ഇബ്രാഹിം നബിയുടെ പേരാ പറഞ്ഞ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും തൻ്റെ പൊന്നാര മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇവർ രണ്ടുപേരും കൂടെ ഒരു പള്ളി കെട്ടി, കഅബാലയം. ഒരു പള്ളി കെട്ടുന്നതിനേക്കാളും വലിയ പുണ്യമൊന്നും ലോകത്തില്ല. അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ ഒരു ഭവനം പണി, അതും ആദ്യത്തെ പള്ളി. എവിടെ? അള്ളാന്റെ അർശിന്റെ നേരെ താഴെ ഈ ഭൂമിയുടെ മധ്യഭാഗത്ത് മക്കത്ത് കഅബാലയം പണിതു. ഒരു പള്ളി കെട്ടിയിട്ട് ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നു, പടച്ചോനെ നീ ഇത് സ്വീകരിക്കണേ അല്ലാ. ഒരു പള്ളി കെട്ടി, റബ്ബനാ തഖബ്ബൽ മിന്ന. അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ നിനക്ക് സുജൂദ് ചെയ്യാൻ ഞാനൊരു പള്ളി കെട്ടി, നീ സ്വീകരിക്കണേ അല്ലാ. രണ്ടാമത് ചോദിച്ചത് സ്വർഗം എന്നല്ല. അള്ളാഹുവിനോട് ചോദിക്കുന്നു, പടച്ചോനെ ഈമാനോട് കൂടിയുള്ള ഒരു മരണം തരണേ അല്ലാ. ആര്? ഇബ്രാഹിം നബി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹിനോട് പറയുന്നു, പടച്ചോനെ ഈമാനുള്ള മരണം. ആ ഉറപ്പ് നമുക്ക് ഉറപ്പുണ്ട്, ഇബ്രാഹിം നബിക്ക് ആ ഉറപ്പില്ലായിരുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി രാജസിംഹാസനത്തിലേക്ക് കയറുമ്പോൾ യൂസുഫ് നബി ദുആ ചെയ്ത ദുആ കാണാം. റബ്ബിഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅവീലിൽ ഹദീസ്. ഖുർആൻ എടുത്തു നോക്ക്. യൂസുഫ് നബി ഇങ്ങനെ ദുആ ചെയ്യുകയാ. അവസാനം പറയുന്നു, തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമ. സ്വപ്നമേക്കാനും അല്ലാ, അടിമയായി ജയിലിലായി എന്നെ നീ കൊണ്ടുവന്നിട്ട് എനിക്ക് സ്വപ്നമേക്കാനും പഠിപ്പിച്ചു തന്നു, എനിക്ക് അധികാരം വരെ നീ തന്നു അല്ലാ. ഇതൊന്നുമല്ല യൂസുഫിന് വേണ്ടത്. തവഫനി മുസ്ലിമ, മുസ്ലിമായിട്ട് മരിപ്പിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും, രണ്ട് പ്രവാചകന്മാർ തൻ്റെ മക്കളോട് വസിയ്യത്ത് ചെയ്യുക. നമ്മൾ പണം ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കും, എങ്കിലും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും തൻ്റെ യാക്കൂബ് നബി അലൈഹിസ്സലാം, രണ്ട് പ്രവാചകന്മാർ അവിടെ നിന്ന് ദുആ തൻ്റെ മക്കൾക്ക് വസിയ്യത്ത് ചെയ്തു കൊടുക്കുകയാ. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കും ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാക്കൂബ് നബിയും ഇബ്രാഹിം നബിയും തൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നു, മക്കളെ പൈസ ഉണ്ടാക്കാനുള്ള എളുപ്പ വഴിയെക്കുറിച്ചല്ലടാ മോനെ, മരിക്കുമ്പോൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ. എന്തിനാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് പാതിരാത്രിയിൽ സുജൂദിൽ കിടന്ന് കരയുകയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ മുത്തി നബിയുടെ കരച്ചിൽ കേട്ടിട്ടാ എഴുന്നേൽക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തേങ്ങൽ കേട്ടുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എഴുന്നേൽക്കുകയാ. ചെന്നു നോക്കുമ്പോ സുജൂദിൽ കിടന്ന് കരയുകയാ. എന്തോ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? പടച്ചവനെ, എന്തു പറഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ കരയുന്നത്? ചെന്നു നോക്കുമ്പോ കാണുന്നത് എന്തെന്നറിയോ? എന്താ പറയുന്നതെന്നറിയുവോ? യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാ, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാ, എന്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. ചെയ്യുന്നത് മുത്തുനബിയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അങ്ങയ്ക്കും ഉറപ്പില്ലേ നബിയേ? അങ്ങയ്ക്കും ഉറപ്പില്ലേ നബിയേ? ആയിഷ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? നൂലിൽ കെട്ടിയിട്ടിരിക്കുന്ന പട്ടം പോലെയാ. കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും പറക്കാ. ഇതുപോലെയാണ് മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥയെന്ന് പ്രവാചകൻ ഇവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അവർക്ക് പോലും അവിടെ നിന്ന് ഉറപ്പില്ലായിരുന്നു എന്ന് ചരിത്രങ്ങൾ പറയുമ്പോ നമ്മളും ഭയക്കണം സഹോദരാ. പെങ്ങളെ
പേടിക്കണം പൊന്നുമോള്. ഓരോ ബാപ്പമാരും ഭയപ്പെടണം ബാപ്പാ. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് 50 വർഷക്കാലം അല്ലാഹുവേ നിസ്കരിച്ച് നല്ലതുപോലെ ജീവിച്ചിട്ട് അവസാനം കാഫിറായി ചത്തുപോയ എത്രയോ പേരുടെ കഥയുണ്ട്. അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച എത്രയോ പേര്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടന്ന എത്രയോ പേര് അവസാനം അള്ളാനെ പേടിച്ച് ജീവിച്ച് നടന്നവരുടെ ആക്കിബത്ത് മോശമായി പോയിട്ടുണ്ട്. ഈ എത്രയോ കള്ളുകുടിയന്മാര് മുസ്ലിമായിട്ട് മരിച്ചിട്ടുമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എത്രയോ കഥകൾ അറിയാം. ഖുർആൻ എടുത്തു നോക്ക്. വല്ലാഹുവിന് ബാബൂറ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം ഹദീസിൽ കാണാം. നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്ക്, കാണാം എങ്ങനെ ചത്തുപോയി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മുസാ നബി അലൈഹിസ്സലാമിനെതിരായിട്ട് അവിടെ നിന്ന് ദുആ ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ അർശ് നോക്കിയിട്ട് കുട്ടികൾക്ക് പാഠമെടുത്ത ആളെ അസ്മാഉൽ ഹുസ്ന കാണാതെ അറിയുന്ന ദുആ ചെയ്ത സ്വീകരിക്കുന്ന മഹാൻ അവസാനം പട്ടിക പോലെ ചത്തുപോയി എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബി കൂടെ ഇരുന്ന് നിസ്കരിച്ചു. ദുആ ചെയ്തപ്പോൾ ആമീൻ പറഞ്ഞു. മുത്തുനബിയുടെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്തു. മുത്തുനബിയുടെ കൂടെ നടന്ന സഹാബി കാഫിറായി ചത്തുപോയില്ലേ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എത്രയോ ഹാഫിലിങ്ങളുടെ ചരിത്രം നോക്ക്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികളിൽ ഹാഫിലായ ഒരു സഹാബി കാഫിറായിട്ട് ചത്തില്ലേ. അവിടെ ഒരു യുദ്ധത്തിന് വേണ്ടി പറഞ്ഞു വിട്ടു. യുദ്ധത്തിന് വേണ്ടി പറഞ്ഞു വിട്ടപ്പോൾ ഒരു നാട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒരു യഹൂദിയായ ഒരു ജൂത പെണ്ണിനെ കണ്ടപ്പോഴത്തേക്ക് സഹാബിക്ക് പ്രണയം അങ്ങ് മൂത്തു, പ്രേമം കയറി. അവളെ കണ്ടപ്പോൾ പിന്നെ അവളെ കെട്ടിയേ പറ്റത്തുള്ളൂ. സഹാബി എവിടെ നിന്ന് പോയി ആ പെണ്ണിൻ്റെ അടുക്ക് പോയിട്ട് തൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ ആ ജൂത പെണ്ണ് പറഞ്ഞു, ഞങ്ങളുടെ മതത്തിൽ കയറുവാണെങ്കിൽ ഞാൻ സമ്മതിച്ചിരിക്കുക. അങ്ങനെയാണല്ലോ ഇപ്പോൾ, ഞങ്ങളുടെ കൂടെ കൂടുവാണെങ്കിൽ റെഡി ഒക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ മതം മാറി. ഹാഫിലായിരുന്നു, മതം മാറി. പടച്ചവനെ ആ യുദ്ധം വരെ പരാജയപ്പെട്ടു. ചരിത്രം പറയുക, പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ആ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സഹാബി ആ നാട്ടിലൂടെ വന്നപ്പോൾ പറഞ്ഞു അത്രേ, ഞങ്ങളുടെ കൂടെ ഉള്ളൊരു ചങ്ങാതി ഇവിടെ മതം മാറിയിട്ട് ഇവിടെ കൂടിയിട്ടുണ്ട്. ഓൻ്റെ അടുക്ക പോയി. ഓനെങ്ങനെ തിരഞ്ഞ് കണ്ടുപിടിച്ച് അവൻ്റെ വീട്ടിൽ പോയി. ആ ചങ്ങാതിയുടെ വീട്ടിൽ പോയിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ജീവിതമൊക്കെ, വിശേഷമൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഖുർആൻ പഠിച്ച ആളല്ല, ഹാഫിലായിരുന്നല്ലോ, വല്ലതും ഓർമ്മയുണ്ടോ? അള്ളാൻ്റെ ഖുർആനൊക്കെ പഠിച്ച ആളായിരുന്നല്ലോ, വല്ലതും ഓർമ്മയുണ്ടോ? ആ സഹാബി പറഞ്ഞു, ഒരായത്ത് ഓർമ്മയുണ്ട്, ബാക്കി ഇത് മൊത്തം മറന്നുപോയി. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ബാക്കിയൊക്കെ മറന്നുപോയി. ഹാഫിളായിട്ട് പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ വഴിപിടച്ചു പോയി എത്രയോ പേർ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്രയോ എത്രയോ മഹദികൾ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചവർ എത്രയോ പേർ. അതുകൊണ്ട് സഹോദര, എപ്പോഴാണ് നമ്മുടെ മനസ്സ് മാറുന്നതെന്നറിയില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്രയോ പേർ ആത്മഹത്യ ചെയ്തില്ലേ? എത്ര വലിയ കൊലകുമ്പന്മാരെ പോലെ അള്ളാഹുവിൻ്റെ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്ത ഹാജി പോലും വീടിൻ്റെ ജനലിൽ തൂങ്ങിയില്ലേ? എന്താ ചിന്തിക്കാത്തത്? ഒരൊറ്റ നിമിഷം എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, താങ്ങാൻ കഴിയാത്ത ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഒറ്റയടിക്ക് അള്ളാഹു തന്ന ആയുസ് മതിയാക്കുന്ന എത്രയോ പേരില്ലേ? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മരിക്കുമ്പോൾ മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. വെറുതെ നടക്കൂലത്, അത് വെറുതെ നടക്കൂല. മുസ്ലിമായിട്ട് മരിക്കണമെങ്കിൽ അതിന് ഇത്തിരി പ്രയാസമുണ്ട്, കഷ്ടപ്പാടുണ്ട്. ഈ കട്ടൻ പീടിയും വലിച്ച് വല്ലപ്പോഴും പള്ളിയിൽ പോയിട്ട് കാക്ക കുത്തണ പോലെ കൊത്തിയിട്ട് എപ്പോഴെങ്കിലും 4 സ്വലാത്തും പറഞ്ഞ് ദിക്റും പറഞ്ഞ് ബക്കറ്റിൽ വരുമ്പോൾ, ബക്കറ്റ് മുന്നിൽ വരുമ്പോൾ ഏറ്റവും ചെറിയ പൈസയിട്ട് സദക്ക കൊടുക്കണം. നമുക്കത് പറ്റുമെന്ന് നമ്മളിങ്ങനെ വിചാരിച്ചിടന്ന ഒന്ന് ആലോചിക്കുക സഹോദര. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ പൈസ ചിലവില്ലാത്തൊരു വഴി പറഞ്ഞുതരാം. നമുക്ക് പൈസ ചിലവുണ്ടെങ്കിൽ പറ്റൂല. പൈസ ചിലവുണ്ടെങ്കിൽ നമ്മളിൽ പലർക്കും അത് ചെയ്യാൻ കഴിയില്ല. കഷ്ടപ്പെടാൻ വയ്യ. കഷ്ടപ്പെട്ടിട്ടുള്ള പരിപാടിക്കൊന്നും നമ്മൾ തയ്യാറല്ല. കഷ്ടപ്പാടില്ലെങ്കിൽ നമ്മൾ തയ്യാറാണ്. കഷ്ടപ്പാടുള്ള കാര്യം എന്താ? 5 നേരം നിസ്കരിച്ചാൽ മതി, അള്ളാഹു നല്ല മരണം തരും. പക്ഷെ നമുക്ക് പോകാൻ വയ്യ. 5 നേരം നിസ്കരിച്ച പരമനുഷ്യ, 5 നേരം നിസ്കരിച്ചാൽ എന്ത് കിട്ടും? എന്ത് കിട്ടും? നല്ല മരണം കിട്ടും. നിസ്കരിക്കുവോ? അത് വയ്യ. അള്ളാഹു പറയുകയാ, നീ 5 നേരം നിസ്കരിച്ചാൽ നിനക്ക് ഞാൻ നല്ല മരണം തരാം. സാധാരണ മരണമൊന്നുമല്ല, നല്ല മരണം തരാം. നമുക്ക് പറ്റൂല. അതുകൊണ്ട് കഷ്ടപ്പാടില്ലാത്ത ഒരു കാര്യം പറയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു
اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനുള്ള ഒരു മരണം വേണമെങ്കിൽ നിസ്കരിക്കണം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വ. നിസ്കരിച്ചാൽ നല്ല മരണം അള്ളാഹു തരും. നിസ്കരിക്കുന്നവർക്ക് നല്ല മരണം അള്ളാഹു നൽകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ഒരു മരണം വേണോ? ഈമാനോടുകൂടിയുള്ള ഒരു മരണം വേണമെന്ന് ആഗ്രഹിക്കും. അത് എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല, അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, ഈമാനോടുകൂടി മരിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്തെന്നറിയുമോ? നമ്മളൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുമല്ലോ, പടച്ചവനെ സ്വർഗം തരണേ അല്ലാ, പണം തരണേ അല്ലാ, വീട് തരണേ അല്ലാ, മക്കളെ തരണേ അല്ലാ, ആരോഗ്യം തരണേ അല്ലാ, നല്ല ജീവിതം തരണേ അല്ലാ. എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ. ദുആ ചെയ്യാത്തവർ കുറവാണല്ലോ. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിലേക്ക് അവിടെന്ന് പറയുമല്ലോ. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗം ചോദിക്ക്, പണം ചോദിക്ക്, ആരോഗ്യം ചോദിക്ക്, വീട് ചോദിക്ക്, മക്കളെ ചോദിക്ക്, ജോലി ചോദിക്ക്, എന്തു വേണമെങ്കിലും ചോദിച്ചോ. നിന്റെ റബ്ബ് കരുണയുള്ളവനല്ലേ. പക്ഷേ എല്ലാ ചോദിച്ചു കഴിയുമ്പോ ആ ദുആയ്ക്കകത്ത് ഒന്നുകൂടെ നീ ഉൾപ്പെടുത്തണേ. ഒരു കാര്യം കൂടെ നീ അല്ലാഹുവിനോട് പറയണേ. ഒരു കാര്യങ്ങളും നീ അല്ലാഹുവിനോട് പറയണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വെറുതെ ദുആ ചെയ്താ പോരാ, വെറുതെ ദുആ ചെയ്താ പോരാ. ദുആ ചെയ്യുമ്പോ ചോദിക്കാൻ പറഞ്ഞ ചില നന്മകളുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുമ്പോ അല്ലാഹുവിനോട് ദുആ ചെയ്താ കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഒരു കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന് പാതിരാത്രിയുടെ നിശബ്ദതയിൽ സുജൂദിൽ കിടന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറപ്പിനോട് അവിടുന്ന് ചെയ്ത ദുആ എന്തെന്നറിയുമോ? യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. പടച്ചവരെ, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് പടച്ചവനോട് നിങ്ങൾ പറയണം, യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അറബി അറിയുന്നവരെങ്ങനെ ദുആ ചെയ്യണേ? അറിയില്ലെങ്കിൽ നിങ്ങൾ പടച്ചവനോട് പറയണം, അല്ലാ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരുന്ന സമയത്ത് റൂഹ് പിടിച്ച തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കൊണ്ടുവരുമ്പോ അവസാനമായിട്ട് നീ തന്ന നാവ് കൊണ്ട് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണേ. ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണേ. അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. അവിടുന്ന് നിങ്ങൾ പടച്ചവനോട് ദുആ ചെയ്യണേ എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. അതുകൊണ്ട് ഈമാനുള്ള ഒരു മരണം വേണോ? നമ്മുടെ ഈമാൻ അവിടുന്ന് തട്ടിപ്പറിക്കുന്നതിന് വേണ്ടി ഇബ്ലീസ് കടന്നു വരുന്ന രംഗമാ. അതാ ഹദീസിൽ കാണാ, ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന സമയം അടുത്ത് വരുമ്പോ ശപിക്കപ്പെട്ടവൻ തന്റെ മക്കളെ മുഴുവനും വിളിക്കുകയാ. ഇബ്ലീസ് തന്റെ അനുയായികളെ മുഴുവനും വിളിക്കുകയാണ്. നിങ്ങളുടെ അവസാനത്തെ സമയമാണ്. ഒരുത്തൻ മരിക്കാൻ പോകുകയാ, ഒരു മനുഷ്യൻ മരിക്കാൻ പോകുകയാ. ഇനി നിങ്ങൾക്ക് അവസരമില്ല, ഇനി നിങ്ങൾക്ക് അവസരമില്ല. എല്ലാവരും പോകണം. എങ്ങനെയെങ്കിലും അവനെ പിഴപ്പിക്കണം. അവനെ ഈമാനോടുകൂടി മരിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. എങ്ങനെയെങ്കിലും അവനെ പിഴപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഓഫർ കൊടുക്കുകയാണ്. ഇബ്ലീസ് അവിടുന്ന് ഓഫർ കൊടുക്കുകയാണ്. ആരാണ് അവനെ കാഫിറായിട്ട് ചാകാൻ അനുവദിക്കുക?
മരിക്കുന്നത്, അവനെ മുസ്ലിമായിട്ട് മരിക്കാൻ വിടരുത്. എങ്ങനെയെങ്കിലും നിങ്ങൾ അവന്റെ ഈമാനെ തട്ടിപ്പറിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് തന്റെ അനുയായികളെ മുഴുവനും പറഞ്ഞു വിടുന്ന സമയവാ. ഉപ്പാ, നിസാരമല്ല, നിസാരമല്ല. അവന് കടന്നു വരുന്നത് എങ്ങനെയെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മരിച്ചുപോയ നിന്റെ വാപ്പയുടെ രൂപത്തില്, മരിച്ചുപോയ നിന്റെ ഉമ്മയുടെ രൂപത്തില്, നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തിൽ അടുത്തേക്ക് വരികയാണ്. വെള്ളവുമായിട്ട്, പടച്ചവനെ കുടിക്കാനുള്ള വെള്ളവുമായിട്ട് അവൻ നിന്റെ ഇടതുഭാഗത്തേക്ക് കടന്നു വരികയാ. എന്നിട്ട് പറയുന്നു, പറയല്ലേ ഷഹാദത്ത് കലിമ, പറയല്ലേ. മജ്ലിസുന്നൂറിൽ നമ്മൾ പറയുമല്ലോ, ദാഹമൗത്തത് കൂട്ടിയിടും ഇബ്ലീസു കൂസിനെ കാട്ടിടും, നേരല്ലഴീനമ നട്ടുവാർ ബദിരീങ്ങളാൽ തുണ റബ്ബനാ. വെറുതെ പറയുന്നതല്ല. മരിച്ചുപോയ മാതാപിതാക്കളെ രൂപത്തിൽ ചാരത്ത് വന്നിരുന്നിട്ട് നമ്മുടെ ഈമാൻ 30, 40, 50, 60 വർഷക്കാലം നമ്മളെ കൊണ്ട് നടന്ന ഈമാൻ അവിടെ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി അവൻ നമ്മുടെ ചാരത്തേക്ക് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, സഹോദരാ ദുആ ചെയ്യണേ, നിങ്ങളെ ദുആ ചെയ്യണേ, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്തോ. ഏറ്റവും കുറഞ്ഞത് ഇതെങ്കിലും ചെയ്യ്, ഏറ്റവും കുറഞ്ഞത് ഇതെങ്കിലും ചെയ്യ്. കാരണം അല്ലാഹു കരുണയുള്ളവരാ. എപ്പോഴാണ് ദുആ സ്വീകരിക്കുന്നതെന്നറിയില്ല. അല്ലാഹുവേ, നമ്മൾ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിച്ച നമ്മുടെ അവസാനം നന്നാകുമല്ലോ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട 6 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടേ മരിക്കാവൂ, മുസ്ലിമായിട്ടേ മരിക്കാവൂ. അല്ലാഹുവേ, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ആ സമയത്താണ് പടച്ചവനെ അല്ലാഹുവേ ചിലർ ഇബ്ലീസിനെ പരാജയപ്പെടുത്തുകയാ. എന്നിട്ട് അവര് ശഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞിട്ട് മരിക്കുമ്പോ ശപിക്കപ്പെട്ടവനിരുന്ന് കരയുകയാണ്, ശപിക്കപ്പെട്ടവനിരുന്ന് കരയുകയാ. ഇവനെ കുറിച്ചാണല്ലോ അല്ല പറഞ്ഞത്, ഇവനെ കുറിച്ചാണല്ലോ അല്ല പറഞ്ഞത്. അല്ലാഹുവിനോട് ഇബ്ലീസ് പറഞ്ഞു, അല്ലാ, ആദമിന്റെ മക്കളെ മുഴുവനും ഞാൻ പിഴപ്പിക്കും പടച്ചവരെ, സർവരെയും ഞാൻ പിഴപ്പിക്കും പടച്ചവരെ. അല്ല പറഞ്ഞു, ഇല്ലടാ, എനിക്ക് ചില അടിമകളുണ്ട്, അവരെ പിഴപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലടാ, നീ അവന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോകുമടാ. പടച്ചവരെ, അല്ലാഹു പറഞ്ഞ അടിമകൾ അവിടെ നിന്ന് ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് അവര് മരണപ്പെടുമ്പോ ഇബ്ലീസ് കരയുകയാ. അല്ലാഹുവേ, ഇബ്ലീസിനെ പരാജയപ്പെടുത്താ ഞങ്ങൾക്ക് ഭാഗ്യമ തരണേ അല്ലാ. അങ്ങനെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ കഴിയാത്തവനാണ് ഇബ്ലീസ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി, അല്ലാഹുവിനെ നിസ്കരിക്കുവാൻ, ഇബാദത്ത് ചെയ്യുവാൻ ഒരു പള്ളി കെട്ടുന്നതിന് വേണ്ടി കുറ്റിയടിച്ചിരിക്കുകയാ. അല്ലാഹുവേ, അതിനു വേണ്ടിയല്ലേ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഒരു സദഖ കൊടുക്കാൻ കഴിയുമോ? ഒരു സദഖ കൊടുക്കാൻ കഴിയുമോ? അസ്സദഖത്തു റദ്ദുൽ ബലായ.
സദഖ അതാ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. ക്യാൻസറിനെ മാറ്റാൻ, ട്യൂമറിനെ മാറ്റാൻ, ഏത് മാരക രോഗത്തിനെ മാറ്റാനും സദഖയ്ക്ക് കഴിയും സഹോദരാ. സംഘാടകർ ബക്കറ്റുമായിട്ട് കടന്നു വരുമ്പോ നീ നിന്റെ പോക്കറ്റിന്റെ അകത്ത് നിന്ന് പൈസ എടുക്കുമ്പോ നീ ചിന്തിക്കേണ്ടത്, 1 രൂപയാണ് എടുക്കുന്നതെങ്കിൽ 70 ശൈത്താൻ നിന്റെ കയ്യിൽ പിടിക്കുകയാ, 70 ശൈത്താന്മാരെ കയ്യിൽ പിടിക്കുകയാ. എന്നിട്ട് പറയുന്നു കൊടുക്കല്ലേ. അല്ലാഹുവേ, വല്ലാത്ത പ്രയാസമാണ്. മക്കളൊക്കെ വളർന്നു വരികയാണ്, സാമ്പത്തികമായി വളരെ അത്യാവശ്യം പണം വേണ്ട സമയമാണ്. കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് 70 ശൈത്താൻ നമ്മുടെ കയ്യിൽ പിടിക്കാൻ പോകുന്ന നിമിഷമാ ഇപ്പ അവനെ പരാജയപ്പെടുത്തിയ ആ മരണത്തിന്റെ സമയത്ത് നമുക്ക് അവനെ പരാജയപ്പെടുത്താൻ കഴിയുമല്ലോ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്ക്. കരുണക്കടലായ അല്ലാ, ദയാലുവായ അല്ലാ, മലിക്കുൽ ജബ്ബാറായ അല്ലാ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നോ അവർക്ക് ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാവരും എന്താ ഇപ്പൊ ബക്കറ്റില്ലേ? പെട്ടെന്ന് അൽഹംദുലില്ലാ. ഇപ്പൊ ഇബ്ലീസ് കൈ പിടിക്കും, കൊടുക്കല്ലേ 70 എണ്ണം. 1 രൂപ കൊടുക്കണമെങ്കിൽ 70 എണ്ണത്തിനെ പരാജയപ്പെടുത്തണം. 10 രൂപ കൊടുക്കണമെങ്കിൽ എത്ര എണ്ണത്തിന്? അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് ഇഖ്ലാസോടുകൂടി എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈയിട്. പടച്ചോനെ, ഈമാനുള്ള മരണം വേണം. അൽഹംദുലില്ലാ, ഒരു നല്ല സദഖ അല്ലാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി എല്ലാവരും ഒന്ന് കൈയിട്ടെ. ഇബ്ലീസ് വന്നിട്ട് ഇപ്പൊ തടവും വേണ്ടെന്ന് പറഞ്ഞിട്ട് കുടുങ്ങരുത്. എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈയിട്ടെ. ഇട്ട് നോക്ക്, എന്തെങ്കിലും ഉണ്ടോ നോക്ക്, മടിച്ചിരിക്കല്ലേ. ഒന്ന് പോക്കറ്റിൽ കൈയിട്, ഒന്നിട്ടോ. ചിലപ്പോൾ നീ രക്ഷപ്പെടുന്ന ഇതിൻ്റെ പേരിലായിരിക്കും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് പെട്ടെന്ന് പോ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും മോനെ സ്പീഡ് കാണിക്കരുത് കേട്ടോ. നീ എല്ലാവരും പള്ളിക്ക് വേണ്ടിയാ, നിനക്ക് സ്വർഗത്തിൽ പോകാൻ കിട്ടുന്ന അവസരമാണ്. പതുക്കെ നിന്ന് എല്ലാവരും മുന്നിൽ നിന്ന് മേടിച്ചിട്ട് പോയാൽ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാവരും അൽഹംദുലില്ലാ കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഒന്ന്, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി വേണം മരണപ്പെടാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2 1 ബക്കറ്റേ ഉള്ളൂ ഉസ്താദേ? ഒന്നേ ഉള്ളൂ, ഒറ്റ ബക്കറ്റേ ഉള്ളൂ. ഓനെങ്ങെത്തുമ്പോഴത്തേക്ക് ശൈത്താൻ പലരെയും കൊണ്ടുപോകും. അതുകൊണ്ടാണ്. കാരണം ചില കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ച ശൈത്താപ്പ 2 പേരുണ്ട്. കറുത്ത ഉടുപ്പിട്ട ചങ്ങാതി, അവനെ വിളിയിടാ. സ്പീഡ് പതുക്കെ സ്പീഡ് കുറച്ച് പോട്ടോ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. എൻ്റെ സഹോദരിമാരുടെ ഭാഗത്തേക്ക് സംഘാടകർ കടത്തിവിട്ടു. അൽഹംദുലില്ലാ. 2 അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2ാമത്തെ കാര്യമെന്തെന്നറിയുമോ? മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട 2ാമത്തെ കാര്യമെന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 2ാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? അസ്റായിൽ കടന്നു വരുന്നതിന് മുമ്പ് നീ തൗബ ചെയ്യണേ. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്നതിന് മുമ്പ് ജീവിതത്തിൽ പടച്ചവനെ കണ്ടത് പാപമാണ്, കേട്ടത് പാപമാണ്, പറഞ്ഞത് പാപമാണ്, ചിന്തിച്ചത് പാപമാണ്, പിടിച്ചത് പാപമാണ്, നടന്നത് പാപത്തിലേക്കാണ്. ഒരുപാട് പാപങ്ങൾ ചെയ്തവരാ. അതുകൊണ്ട് അസ്റായിൽ നിന്റെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്നതിന് മുമ്പ് ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും ഈ ലോകത്തിന്റെ ദിവനായ, പ്രപഞ്ചത്തിന്റെ ദിവനായ, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലക്കുൽ മുഅ്മിനാ പടച്ചറപ്പുണ്ടല്ലോ, ആ അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. തൗബ ചെയ്യാതെ മരിക്കരുത്, തൗബ ചെയ്യാതെ മരിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണമെന്നാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ
പറഞ്ഞാൽ ഇന്നല്ലാഹ യഖ്ബലു തൗബത്തുൽ അബ്ദി മാ ലം യുഗർഗിർ. ഏത് സമയം വരെ നിനക്ക് സമയമുണ്ടെന്നറിയുവോ? ഈ തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്ന അവസാന സമയമുണ്ടല്ലോ, അതാ കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിച്ച് മലക്കുകൾ അതാ റൂഹ് കൊണ്ടുവന്ന തൊണ്ടക്കുഴിയിൽ വെക്കുമല്ലോ. ആ തൊണ്ടക്കുഴിയിൽ റൂഹ് വരുന്നത് വരെ നിനക്ക് സമയമുണ്ട്. അതിനു മുമ്പേ നീ തൗബ ചെയ്യണേ, അതിനു മുമ്പേ നീ തൗബ ചെയ്യണേ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ഓർമ്മപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ആരാ തൗബ ചെയ്യുന്നത്? ആരാണ് തൗബ ചെയ്യുന്നത്? എല്ലാവരും പാപം ചെയ്യുന്നവരാണല്ലോ. അള്ളാഹുവിന്റെ റസൂൽ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവാബൂ. പാപം ചെയ്യാത്ത ആരുമില്ല. ആദമിന്റെ സന്തതികൾ മുഴുവനും പാപം ചെയ്യുന്നവരാ. തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. നമ്മുടെ പ്രകൃതം തന്നെ അങ്ങനെയാണ്. നമ്മൾ ഒരുപാട് പാപം ചെയ്യുന്നവരാ. പക്ഷേ പാപം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാരാ? പാപം ചെയ്യാത്ത ആരുമില്ല. കള്ളു കുടിച്ചവരുണ്ട്, വ്യഭിചരിച്ചവരുണ്ട്, പലിശ തിന്നവരുണ്ട്, നിസ്കരിക്കാത്തവരുണ്ട്, ഭാര്യയെ വഞ്ചിച്ചവരുണ്ട്, ഭർത്താവിനെ വഞ്ചിച്ചവരുണ്ട്, ഫോട്ടോ അയച്ചു കൊടുത്തവരുണ്ട്, സെക്സ് വീഡിയോ കണ്ടവരുണ്ട്, ഒരുപാട് വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചവരുണ്ട്. പാപം ചെയ്യാത്ത ആരുമില്ല, ആരുമില്ല, ആരുമില്ല. പക്ഷേ പാപം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? പശ്ചാത്തപിച്ചു മടങ്ങുന്നവനാ. അല്ലാഹുവിന്റെ മുന്നിലത് ഏറ്റു പറയുന്നവനാ. പാപം ചുമന്നുകൊണ്ട് നടക്കല്ലേ, പാപം ചുമന്നുകൊണ്ട് നടക്കല്ലേ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് വേണം നമ്മൾ മരിക്കാൻ. നമുക്ക് തൗബ ചെയ്യാൻ മടിയാണ്. അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങളേറ്റും മടിയാ. എന്തിനാ ചെറുപ്പക്കാരാ മടി കാണിക്കുന്നത്? 100 കൊല ചെയ്തവൻ അള്ളാഹു പുറത്തു കൊടുത്തില്ലേ? ഒരു പാപം, ഒരു കൊല തന്നെ എത്ര വലിയ പാപമാണ്. ഒരാൾ അന്യായമായിട്ട് കൊല്ലുന്നത് ഈ ഭൂമിയിലുള്ള സർവ്വരെയും കൊല്ലുന്നത് പോലെയാ. 99 പേരെ കൊന്നു, 100ാമത്തവനെയും കൊന്നു. 100 പേരെ കൊന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചു മടങ്ങിയപ്പോ അള്ളാഹു അവന് പുറത്തു കൊടുത്തില്ലേ? അള്ളാഹു ആ മനുഷ്യന് സ്വർഗം കൊടുത്തില്ലേ? അതുകൊണ്ട് ചെറുപ്പക്കാരാ, പാപമോ ചുമന്നുകൊണ്ട് നടക്കല്ലേടാ പൊന്നുമോന്. ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറ, പശ്ചാത്തപിക്കടാ. എന്തേ നിനക്ക് കഴിയാത്തത്? നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും നീ പേടിക്കണ്ട. കല്ല് കുടിച്ചെന്ന് പറഞ്ഞ് പേടിക്കണ്ട. ജീവിതത്തിൽ വ്യഭിചരിച്ചു പോയി എന്ന് പറഞ്ഞ് ഭയപ്പെടണ്ട. മോനെ, അല്ലാഹു കരുണയുള്ളവനാണ്. എത്ര വലിയ പാപം ചെയ്താലും നിന്റെ റബ്ബ് പുറത്തു തരുന്നവനാ. അല്ലാഹു ഗഫൂറാ, അല്ലാഹു റഹീമാ. അല്ലാഹു പുറത്തു തരുന്നവനാടാ. ആ പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്റെ പാപങ്ങൾ മുഴുവനും ഏറ്റുപറയ്. കാരണം പാപങ്ങൾ പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറയാതെ മരണപ്പെടരുത്. കാരണം എന്തെന്നറിയുവോ? തൗബ ചെയ്യാതെ മരിക്കല്ലേ. പലരും പിന്നെ ചെയ്യാ പാപം ചെയ്തവർ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ്, പിന്നെ നന്നാകാമെന്ന് പറഞ്ഞു മാറ്റിവെക്കുന്നവരുണ്ട്. സഹോദരാ, ഒരു രാത്രി പോലും തൗബ ചെയ്യാതെ ഉറങ്ങരുത്. തൗബ ചെയ്തിട്ടേ ഉറങ്ങാവോ. കാരണം വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. നാളെ നിനക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ അള്ളാഹുവിന് മാത്രമല്ലേ അറിയൂ. മോനെ, നാളെ നിനക്ക് എന്തേ സംഭവിക്കുന്നതെന്ന് പറയാ. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്ന് പടച്ച റബ്ബിനല്ലേ അറിയുള്ളൂ. ചോദിക്കാ സമയം കിട്ടണമെന്നില്ല, യാത്ര പറയാ സമയം കിട്ടണമെന്നില്ല. പടച്ചവനെ അതാ പാതി വൈകുന്നേര സമയത്ത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കിടപ്പറയിൽ കയറി, രണ്ടുപേരും ഒരുമിച്ച് ഒരു കട്ടിലിൽ, ഒരു മെത്തയിൽ, ഒരു പുതപ്പിന്റെ കീഴില് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചു കിടക്കുകയാ. രാവിലെ സുബഹിന്റെ സമയത്ത്
ഭാര്യ എഴുന്നേറ്റിട്ട് തന്റെ ചാരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിക്കുമ്പോ അല്ലാഹുവേ എഴുന്നേക്കുന്നില്ല. പടച്ചവരെ, ഭാര്യ പോലും അറിഞ്ഞില്ല അവിടെ കിടന്നു മരണപ്പെട്ടു പോയത്. തന്റെ ഭർത്താവ് ചാരത്ത് കിടന്നു മരിച്ചത് പോലും അടുത്ത് കിടക്കുന്ന ഭാര്യ അറിഞ്ഞിട്ടില്ല. സമയം കിട്ടിയില്ല സഹോദരാ, സമയം കിട്ടിയില്ല ചെറുപ്പക്കാരാ. അതുകൊണ്ട് പാപങ്ങളും ചുമന്നുകൊണ്ട് നടക്കല്ലേ, പാപങ്ങളും ചുമന്നുകൊണ്ട് നടക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിങ്ങൾ തൗബ ചെയ്യാതെ ഉറങ്ങരുത്. നമ്മളിൽ പലരും തൗബ ചെയ്യുന്നവരാണ്. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയില്ല. നമ്മൾ അല്ലാഹുവിനോട് പറയും, പടച്ചവനെ പാപം പുറത്തുതാ, പാപം പുറത്തുതാ. മോനെ വെറുതെ പറഞ്ഞാ പോരടാ, പറയുന്നതിലൊരു ഇഖ്ലാസ് വേണം ചെറുപ്പക്കാരാ. അതിനൊരുപാട് പറയണമെന്നില്ല, ഒരുപാട് നിലവിളിക്കണമെന്നില്ല. പറയേണ്ടത് ഒരു വാക്കാണെങ്കിലും ഇഖ്ലാസോടുകൂടി പറഞ്ഞാ എത്ര വലിയ പാപവും അല്ലാഹു പുറത്തു തരുമല്ലോ. ഒരു ചരിത്രം പറഞ്ഞു തരാ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തൊരു മനുഷ്യന് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, ഞാനൊരു പാപം ചെയ്യില്ല എന്ന് പടച്ച റബ്ബിനോട് ഞാൻ അവിടെ നിന്ന് പശ്ചാത്തപിച്ചു തൗബ ചെയ്തു മടങ്ങി. പിന്നെയും ഞാനത് ചെയ്തു നബിയേ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ അള്ളാഹുവിനോട് ഒരു പാപം ചെയ്യില്ല എന്ന് പറഞ്ഞു, പശ്ചാത്തപിച്ചു മടങ്ങി. പിന്നെയും ഞാൻ ചെയ്തു, എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. പിന്നെയും ഞാൻ ചെയ്തു, എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. പിന്നെയും ഞാൻ ചെയ്തു, എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. കള്ള് കുടിക്കില്ല എന്ന് നീ അള്ളാഹിനോട് തൗബ ചെയ്തു. ഇനി വ്യഭിചരിക്കില്ല, ഇനി സീരിയൽ കാണില്ല എന്ന് അള്ളാഹുവിനോട് നീ പശ്ചാത്തപിച്ചു മടങ്ങി. പിറ്റേ ദിവസവും നീ കണ്ടു, എന്ത് ചെയ്യണം? പിന്നെയും തൗബ ചെയ്യണം. പിന്നെയും നീ കണ്ടു, പിന്നെയും തൗബ ചെയ്യണം. പിന്നെയും കണ്ടു, പിന്നെയും തൗബ ചെയ്യണം. ഏതുവരെ ഇബ്ലീസിന് മനസ്സിലാകണം ഇനി ഇവനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല. നീ കള്ളു കുടിച്ചു, ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. പിറ്റേ ദിവസം കൂട്ടുകാർ ഫ്രീ ആയിട്ട് മേടിച്ചു തന്നു, കുടിച്ചു. പിന്നെയും തൗബ ചെയ്യണം. പിന്നെയും കുടിച്ചു, പിന്നെയും തൗബ ചെയ്യണം. ഇങ്ങനെ കുടിച്ച് തൗബ ചെയ്ത് ഏതുവരെ? അവസാനം നിന്നെ കുടിപ്പിക്കണ ശൈത്താനുണ്ടല്ലോ, അവന് തന്നെ തോന്നണം ഇനി ഇവനെ കുടിപ്പിച്ചിട്ട് കാര്യമില്ല, തോറ്റുപോകണം. അതുവരെ തൗബ ചെയ്യണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളെങ്കിൽ തൗബ എന്ന് പറഞ്ഞാൽ എന്താ? നിലവിളിയല്ല. നമ്മളിങ്ങനെ വിളിച്ചു കൂവി അതൊന്നും അല്ലപ്പോൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരാളിരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയുക, വല്ലാതെ വിളിച്ചു കൂവിയിട്ട് ദുആ ചെയ്യുക. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആ ചങ്ങാതി എടുത്ത് പോയി പറയാൻ, അവൻ്റെ റബ്ബ് ചെവി കേൾക്കുന്ന ആടാ, ചെവി കേൾക്കാത്ത ആളല്ലെന്ന്. ഒരുപാട് നിലവിളിക്കാനും പാടില്ല, ഒരുപാട് ശബ്ദം കുറയ്ക്കാനും പാടില്ല. രണ്ടിൻ്റെയും മധ്യമായ രീതി. തൗബ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു ഉദാഹരണം പറഞ്ഞു തരാം. തൗബ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മുടെ തൗബ പോലല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ ജനത മൂസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ നബിയുടെ വന്നിട്ട് പറഞ്ഞു, മഴയില്ല, ആകെ പ്രശ്നമാണ്. നമ്മൾ മഴ കൊണ്ടാ പ്രശ്നം അല്ലേ? അവിടെ വന്നിട്ട് പറഞ്ഞു, മഴയില്ല, വല്ലാതെ പ്രയാസവാ, ആർക്കും കുടിക്കാൻ വെള്ളമില്ല, മൃഗങ്ങൾക്ക് പോലും വെള്ളമില്ല നബിയെ, വല്ലാത്ത പ്രയാസവാ, അതുകൊണ്ടൊരു പരിഹാരം. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഒരു ദിവസം എല്ലാവരും ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. ഒരു വലിയ ഗ്രൗണ്ടിലും എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടി. ചരിത്രം പറയുന്നു 70,000-ൽ പരം ആൾക്കാരുണ്ടായിരുന്നു. 70,000-ൽ പരം വരുന്ന ആൾക്കാർ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാ. അല്ലാഹുവിനോട് അവിടുന്ന് ദുആ ചെയ്തു, മഴയില്ലാതെ വല്ലാതെ പ്രയാസപ്പെടുന്നു അല്ലാ, വെള്ളമില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നീ മഴ തരണേ അല്ലാ. മൂസാ നബി അവിടുന്ന് ദുആ ചെയ്യുകയാ. മൂസാ നബി അവിടുന്ന് ദുആ ചെയ്യുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഴ പെയ്യുന്നില്ല. മൂസാ നബി അവിടുന്ന് ദുആ ചെയ്തു, മഴ പെയ്യുന്നില്ല. അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. അതാ മൂസാ നബിയോട് പറയുന്ന, മൂസാ നബിയേ,
ദുആ സ്വീകരിക്കൂല, മഴ പെയ്യൂല, മഴ പെയ്യൂല, ദുആ സ്വീകരിക്കില്ല. കാരണമെന്ത് ജിബ്രീൽ? കാരണമെന്താണ് ജിബ്രീൽ? മൂസാ നബിയേ, ഇരിക്കുന്ന ജനങ്ങളുടെ നടുവില് അല്ലാഹുവേ 40 വർഷമായിട്ട് പടച്ചവനെ മറന്നു നടക്കുന്ന ഒരുത്തനുണ്ട്. 1-2 വർഷമല്ല, 40 വർഷമായിട്ട് പടച്ചവനെ ധിക്കരിച്ചുകൊണ്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരുത്തൻ ഈ മജ്‌ലിസിലുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ ഇവിടുന്ന് ദുആയിക്ക് ഉത്തരമില്ല. അല്ലാഹുവേ, മൂസാ നബി അവിടുന്ന് ചിന്തിക്കുന്നു, ആരാ അല്ലാഹ്? 40 വർഷമായി പടച്ചവനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ നടക്കുന്ന ആ മോശക്കാരനായ മനുഷ്യനാരാ അല്ലാഹ്? മൂസാ നബി എവിടെന്ന് വിളിച്ചു പറയുകയാ, ഈ കൂട്ടത്തിൽ പടച്ചറപ്പിനെ മറന്നു നടക്കുന്ന ഒരാളുണ്ട്. 40 കൊല്ലമായി പടച്ചവനെ മറന്നു നടക്കുന്ന ഒരു തനി മജ്‌ലിസിൽ ഇരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ ഇന്നിവിടന്ന് മഴ പെയ്യൂല. അല്ലാഹുവേ, ജനങ്ങൾ പരസ്പരം നോക്കുന്നു, ആരാ അല്ലാഹ്? 40 കൊല്ലമായി പടച്ചറപ്പ് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ട് അവന് നന്ദികേട് കാണിച്ചു കൊണ്ട് നടക്കുന്ന മനുഷ്യരാരോ? അല്ലാഹുവേ, ജനങ്ങൾ പരസ്പരം അവിടെ നിന്ന് നോക്കുകയാണ്. ആരെങ്കിലും എഴുന്നേൽക്കുന്നുണ്ടോ? ആരെങ്കിലും എഴുന്നേൽക്കുന്നുണ്ടോ? ജനങ്ങൾ മുഴുവനും പരസ്പരം നോക്കുമ്പോ 40 കൊല്ലമായിട്ട് പടച്ചവനെ മറന്നു നടക്കുന്ന മനുഷ്യനും കേൾക്കുകയാണ്, അല്ലാഹുവേ, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. അല്ലാ, ഞാനിപ്പോ ഇവിടെ നിന്ന് എഴുന്നേറ്റാൽ ജനങ്ങളെല്ലാവരും എന്നെ അറിയുമല്ലോ. അല്ലാ, ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ മഴ പെയ്യില്ലല്ലോ. അല്ലാ, മഴ പെയ്യില്ലല്ലോ. അല്ലാ, മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത ഒരു വേദന തോന്നുകയാണ്. അവിടെ നിന്ന് കുറ്റബോധം തോന്നുകയാണ്. അവിടെ നിന്ന് ഞാൻ ചെയ്തത് പാപമാണെന്നുള്ള ഒരു ചിന്ത കടന്നു വരികയാണ്. ആ മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ്. ആ ഇരുന്ന ഇരിപ്പില് അടുത്തിരിക്കുന്നവര് പോലും കേൾക്കാതെ ആ മനുഷ്യൻ പറയുന്നു, അല്ലാഹ്, ഇന്നുവരെ ഞാൻ ചെയ്തത് മുഴുവനും പാപമാണല്ലോ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇത് ഏറ്റു പറയേണ്ടത്? പറയേണ്ടത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. അല്ലാഹ്, പടച്ചവനെ, ഇന്ന് വരെ ചെയ്തത് പാപമാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാഹ്, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാഹ്. ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ നിന്നെ മറന്ന് ഞാൻ നടക്കില്ല തമ്പുരാന്. എനിക്ക് നീ പുറത്തുകാതാ അല്ലാഹ്, എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ആ മനുഷ്യൻ അവിടെ ഇരുന്ന് കൊണ്ട് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ആ മനുഷ്യൻ അവിടെ ഇരുന്ന് തൗബ ചെയ്യുകയാണ്. ആ മനുഷ്യൻ പറയുന്നു, റബ്ബേ, എന്റെ തൗബ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാഹ്, മഴ തരണേ അല്ലാഹ്. അല്പസമയം കഴിയുമ്പോ കാർമേഘങ്ങൾ കടന്നു വരികയാണ്. ആകാശത്ത് കാർമേഘങ്ങൾ കടന്നു വരികയാണ്. മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് വീഴുകയാ. മഴ പെയ്യുകയാ, മഴ പെയ്യുകയാ. മൂസാ നബി ചിന്തിച്ചു, അല്ലാഹ്, ആരും എഴുന്നേറ്റ് പോയില്ലല്ലോ അല്ലാഹ്, ആരും എഴുന്നേറ്റ് പോയില്ലല്ലോ അല്ലാഹ്. പടച്ചവനെ, പിന്നെ മഴ പെയ്തല്ലോ. മൂസാ നബിയേ, ആ മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തപ്പോ, ആ മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തപ്പോ അതിന്റെ സന്തോഷത്തിൽ അല്ലാഹു മഴ തന്നതാ നബിയേ. തൗബ എന്ന് പറയുന്നത് ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. ഒരുപാട് നിലവിളിച്ചില്ല, ഒരുപാട്
വിളിച്ചു കൂവിയില്ല, മണിക്കൂറുകൾ ദുആ ചെയ്തില്ല. പറഞ്ഞത് ഒരേ ഒരു വാക്ക്, അതിന് ഇഖ്ലാസ് ഉണ്ടായിരുന്നു, ആത്മാർത്ഥതയുണ്ടായിരുന്നു, ഇനി ഒരിക്കലും ചെയ്യില്ലെന്നുള്ള ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ നിന്ന് മഴ പെയ്തതെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. അത് വഅദ് പറയുന്ന സദസ്സിലാണോ, പ്രസംഗിക്കുന്ന സമയത്താണോ, റോഡിലാണോ, വാഹനത്തിലാണോ, വീട്ടിലാണോ, നിസ്കാരപ്പായിലാണോ, പടച്ചവനെ ഹോസ്പിറ്റലിലാണോ, എവിടെയാണെന്ന് നമുക്കറിയില്ലല്ലോ. തൗബ ചെയ്യാ സമയം കിട്ടണമെന്നില്ലല്ലോ, നാവ് പൊങ്ങാൻ പറ്റണമെന്നില്ലല്ലോ. അതുകൊണ്ട് പടച്ചവനെ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് അവിടെ നിന്ന് കരങ്ങൾ ഉയർത്തിയിട്ട് കരഞ്ഞുകൊണ്ട് പറയാൻ കഴിയണം. അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞല്ലോ, അള്ളാഹിനെ കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട, നീ എത്ര വലിയ പാപം ചെയ്താലും നിന്റെ റബ്ബാരാ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നബിയേ, പറഞ്ഞു കൊടുക്കു നബിയേ, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും, അവരെത്ര വലിയ ദ്രോഹം ചെയ്തവരാണെങ്കിലും എന്നോട് പറയാ പറ നബിയേ, എന്നോടൊന്ന് പറയാ പറ നബിയേ, ഞാൻ ഗഫൂറാണ് നബിയേ, ഞാൻ റഹീമാണ് നബിയേ. അതുകൊണ്ട് എപ്പോഴാണ് മരണം വരുന്നെന്നറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് റബ്ബിന്റെ മുന്നിൽ പറയാ, വെറുതെ കിടന്ന് പറഞ്ഞാ പോരാ, പറയേണ്ടത് എങ്ങനെയെന്നറിയുമോ? പൊറുക്കണ്ട പാപം സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്ന ഉന്തി തെല്ലി വിട്ടു ചതിച്ചതാ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അല്ലാഹുവിനോട് പറയണം, പടച്ചവരെ പറ്റിപ്പോയതാ അല്ലാ, ഇബ്ലീസ് ചതിച്ചതാ അല്ലാ, അല്ലാതെ ധിക്കരിച്ചു കൊണ്ട് ചെയ്തതല്ല അല്ലാ, നീ ഗഫൂറാണല്ലോ അല്ലാ, നീ കരുണക്കടലാണല്ലോ അല്ലാ, നിന്റെ അടിമയെ നിനക്ക് ഇഷ്ടമാണല്ലോ അല്ലാ, തൗബ ചെയ്യുന്നവരെ നീ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലാ, നീ 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാണല്ലോ അല്ലാ, എന്റെ പാപമ പൊറുക്കണേ അല്ലാ. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണേ, ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യണേ, അല്ലാതെ ചുമന്നുകൊണ്ട് നടക്കരുത് മോനെ. എത്ര വലിയ പാപവും ചുമന്നുകൊണ്ട് നടക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഒരു തെറ്റിന്റെ പേരില് അല്ലാഹു 2 പ്രാവശ്യം ശിക്ഷിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹു 2 പ്രാവശ്യം ഒരു മനുഷ്യനെ ശിക്ഷിക്കൂല. കാരണം അല്ലാഹു നീതിമാനാ, അല്ലാഹു നീതിമാനാ. ഇത് പറയുമ്പോഴാണ് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിൽ ഒരു സഹാബി കടന്നു വരുന്നത്. മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹു, ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, എന്നെ ശുദ്ധീകരിക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കേൾക്കാത്തതുപോലെ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു വിടുകയാ. കാരണം ഇസ്ലാമിന്റെ നിയമം എന്തെന്നറിയുമോ? അതാ വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ്. മായിസ് മുത്തി നബിയുടെ മുന്നിൽ വന്ന് കരയുമ്പോ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ മായിസിന് കിടന്നിട്ടുറക്കം വരുന്നില്ല. പിന്നെയും എഴുന്നേറ്റില്ല. ഹദറത്ത് റസൂലില്ലാ
സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മുന്നിലേക്ക് പിന്നെയും കടന്നുപോയി. നബിയെ, എന്നെ ശുദ്ധീകരിക്കണം നബിയെ. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബ, മായിസ് കള്ള് കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക് സഹാബ. എന്തിനാ പടച്ചവനെ അങ്ങനെ പറഞ്ഞതെന്നറിയോ? നീ അല്ലാഹുവോട് പശ്ചാത്തപിച്ചു മടങ്ങ, റബ്ബ് നിനക്ക് പുറത്തു തരും, നീ ഇങ്ങനെ ശിക്ഷ ഏറ്റുവാങ്ങണ്ട എന്ന് കരുതിയിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ സ്വഹാബികൾ പറഞ്ഞു, ഇല്ല നബിയെ, കള്ള് കുടിച്ചിട്ടില്ല. മൂന്നാമതും മായിസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചിട്ട് പറയുന്നു, നബിയെ, എനിക്കറിയാ എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. പിന്നെയും ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്നറിയോ? എനിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ചെല്ലുമ്പോ അല്ലാഹു എന്നെ 2 പ്രാവശ്യം ശിക്ഷിക്കില്ലല്ലോ. ഇവിടെ വെച്ചത് ഏറ്റുകഴിഞ്ഞാൽ, ഈ ശിക്ഷ ഇവിടെ നിന്ന് ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ പറ്റുമല്ലോ. റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണ് നിറയുകയാ. സഹാബാ, മായിസിനെ എറിഞ്ഞുകൊല്ല് സ്വഹാബാ. മായിസ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, അള്ളാഹുടെ മുന്നിൽ പോകുമ്പോൾ ഒരു തെറ്റിൻ്റെ പേരിൽ 2 പ്രാവശ്യം അള്ളാഹ് ശിക്ഷിക്കൂല, അതുകൊണ്ട് ഇവിടത്തെ ഞാൻ ഏക്കാം, അവിടത്തെ എനിക്ക് പറ്റൂല. മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വഹാബികൾ എറിഞ്ഞു കൊന്നു. പിന്നീട് ഒരിക്കൽ മായിസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖബറിൻ്റെ ചാരത്തുകൂടെ നടന്നു പോയപ്പോൾ സഹാബികൾ പറഞ്ഞു, ഇത് വ്യഭിചരിച്ചിട്ട് എറിഞ്ഞു കൊന്ന അവിടുത്തെ സഹാബിയുടെ അവിടുത്തെ ഖബറാണ്, മായിസിൻ്റെ ഖബറാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയരുത്, മായിസ് സ്വർഗത്തിലാണെന്ന്.